ഒരു സംരംഭം, അതായത് പേരിടാനായിട്ട് അത് വളരെ ലളിതമായൊരു ചടങ്ങായിരുന്നു. ഞാനൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആ സമയത്ത്. ഞങ്ങൾ റോയിച്ചനും മധ്യസ്ഥ ഞങ്ങൾ അത് വളരെ ലളിതമായിരുന്നു. പക്ഷെ അതൊരു പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾക്കറിയാം കാനായുടെ പേര് ലോകത്തിൻ്റെ പല ഭാഗത്തും അറിയപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും കോട്ടയത്ത് അതറിയപ്പെടാനായിട്ടൊരു കാരണമായി തന്നു. അതുകൊണ്ട് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഓൾ ദോസ് പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഫോർ ഇറ്റ്. രണ്ടാമത്തെ ഒരു സംഗതി, ഈ സിനാപ്സ് എന്നുള്ള പേര് ഇട്ടപ്പോഴേ പലരും എന്നോട് പറഞ്ഞു അത് മനസ്സിലാകുന്നില്ല, എന്താണെന്ന് പറയണമെന്ന് പറഞ്ഞു. അതൊരു വലിയ സംഗതിയായിട്ടൊന്നും ഞാൻ വിചാരിച്ചില്ല. എങ്കിലും ബ്രെയിനിൻ്റെ ബയോളജി പഠിക്കുന്നവർക്ക് ഏകദേശം അറിയാം സിനാപ്സ് എന്താണെന്നുള്ളത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. അതൊരു പ്രതീകമായിട്ട് എടുക്കും. ബയോളജിയിലല്ല നമ്മളിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതൊരു പ്രതീകമായിട്ട് എടുക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാം ഈ ബ്രെയിൻ സെൽസ്, അതായത് ന്യൂറോൺ എന്ന് പറയുന്ന മസ്തിഷ്ക കോശങ്ങൾ, അതെന്ത് മാത്രമാണെന്ന് ചോദിച്ചാൽ അവരുടെ കണക്ക് ഒരു 86 ബില്യൺ തുടങ്ങി 100 ബില്യൺ വരെ ഒരു അഡൾട്ട് ബ്രെയിനിൻ്റെ അകത്തുണ്ടെന്നാണ് പറയുന്നത്. അത് നമുക്ക് സങ്കല്പിക്കാനാവാത്ത ഒരു സംഖ്യയാണ്. 100 ബില്യൺ ന്യൂറോൺ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ പറയുന്നത് നമ്മുടെ ഈ ഗാലക്സിയിലുള്ള മിൽക്കി വേയിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണത്തെക്കാളുമൊക്കെ വളരെ വളരെ കൂടുതലാണ് ഈ കൊച്ചു ഗ്രേ മാറ്ററിൻ്റെ അകത്ത്, ബ്രെയിനിൻ്റെ അകത്തുള്ള ഈ ന്യൂറോൺ കോശങ്ങളെന്ന് പറയുന്നത്. ആ കോശങ്ങളാണ് വാസ്തവത്തിൽ ഇതെല്ലാം കാര്യങ്ങളും നിർവഹിക്കുന്നത്. നമ്മുടെ പെർസെപ്ഷൻ തുടങ്ങി നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, സ്വപ്നങ്ങൾ, എല്ലാത്തിൻ്റെയും പുറകിൽ ഈ ന്യൂറോൺ കോശങ്ങളാണ്. അതിൻ്റെ അകത്ത് തന്നെ ഒരു പുതിയ ശാസ്ത്രശാഖ വികസിപ്പിച്ചിട്ടുണ്ട്. അത് ന്യൂറോ എസ്തെറ്റിക്സ് എന്നാണ് പറയുന്നത്. അതായത് ന്യൂറോൺ കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സൗന്ദര്യ ശാസ്ത്രം. സൗന്ദര്യത്തെക്കുറിച്ച് ധാരാളം വിചിന്തനം എല്ലാ സംസ്കാരങ്ങളിലും ഉണ്ടായിട്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. നമ്മുടെ ആചാര്യന്മാരൊക്കെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു പുതിയ സംഗതിയാണ്. കാരണം ഈ ന്യൂറോൺ കോശങ്ങളുടെ പ്രവർത്തനം മൂലം എങ്ങനെയാണ് നമ്മുടെ സൗന്ദര്യബോധം ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും നമ്മുടെ സെൻസിറ്റിവിറ്റി വർദ്ധിക്കുന്നതെല്ലാം ഇതെല്ലാം പടങ്ങളെടുക്കാനുള്ള സംവിധാനങ്ങൾ, ഇമേജിംഗ് ടെക്നോളജി വികസിപ്പിച്ചിട്ടുണ്ട്. MRI എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ FMRI, ഫങ്ഷണൽ MRI എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ തലച്ചോറിലെ ഈ ന്യൂറോൺ കോശങ്ങൾ എവിടെയാണ്, എങ്ങനെയാണ് അത് ലൈറ്റഡപ്പ് ആകുന്നത് എന്നറിയാനായിട്ടുള്ള മാർഗമുണ്ട്. അതാണ് FMRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണല്ലോ MRIയുടെ. അപ്പോൾ അത് വെച്ച് ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു കാര്യം, ഞാൻ ഐസ്ക്രീം കഴിച്ചു, ഞാൻ വളരെ സന്തുഷ്ടനാകുന്നു, ഞാൻ വളരെ ഹാപ്പി ആകുന്ന സമയത്ത് ഈ FMRI കൊണ്ട് എൻ്റെ തലച്ചോറിൽ എവിടെയാണ്, ഏത് ഭാഗത്താണ് ന്യൂറോണുകൾ ലൈറ്റഡപ്പ് ആകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒരാളെ കാണുമ്പോൾ എനിക്ക് വലിയ വെറുപ്പാണ്, കാണുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സങ്ങ് തിളച്ചു വരികയാണ്. അപ്പോൾ FMRI എടുത്തു കഴിഞ്ഞാൽ ഏത് ഭാഗത്താണ്. അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങൾക്കും ഒരു ന്യൂറോൺ ബേസിസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം അവർ പറയുന്നത്. അതിന് പല ഭാഗം, നമ്മളതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ നാഡീകോശങ്ങളെന്നോ അല്ലെങ്കിൽ മസ്തിഷ്ക കോശങ്ങളെന്നോ ഒക്കെ പറയുന്ന ന്യൂറോൺ കോശങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ സൗന്ദര്യ സങ്കല്പം തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അത് സ്വാധീനിക്കുന്നുണ്ട്. നമ്മളിവിടെ സിനാപ്സ് എന്ന് എടുക്കാനുള്ള കാരണം, ഈ സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലിങ്കാണ്. അതായത് ഒരു ന്യൂറോണും വേറൊരു ന്യൂറോണും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലങ്ങളുണ്ട്. അതിന് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നതുണ്ട്, ഒരു ഭാഗമുണ്ട്. അതായത് ഡെൻഡ്രോൺ എന്ന് ഗ്രീക്കിൽ പറഞ്ഞാൽ മരം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ശിഖരങ്ങൾ പോലെ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു പോവുകയും പരസ്പരം കൂടിച്ചേരുകയും ഒക്കെ ചെയ്യുന്നതാണ് ഒരു നെറ്റ്വർക്കാണ്. നമ്മുടെ ആ പടത്തിൻ്റെ താഴെ കാണുന്ന ലൈൻ പോലെയൊക്കെ ഇരിക്കും. അത് ഡെൻഡ്രൈറ്റ് ഉണ്ട്. പിന്നെ ആക്സോൺ എന്ന് പറഞ്ഞ് അതുകൊണ്ട്. എന്നാൽ ഈ ഇതിൻ്റെ എല്ലാം അഗ്രങ്ങളിൽ വരുമ്പോൾ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ആ ഗ്യാപ്പിലൂടെയാണ് ഈ കെമിക്കൽ ഇമ്പൾസസും ഇലക്ട്രിക്കൽ ഇമ്പൾസസും ഒക്കെ പാസ് ചെയ്യുന്നത്. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക്, അവിടുന്ന് വേറൊരു ന്യൂറോണിലേക്ക് പോയിട്ട് നമ്മുടെ മസിൽസിനെ എല്ലാം പ്രവർത്തിപ്പിക്കുന്നത്
ഈ ഇമ്പൾസസാണ്, ഈ കെമിക്കൽ ഇലക്ട്രിക്കൽ ഇമ്പൾസസാണ്. അത് ആ ഗ്യാപ്പ്, അതായത് രണ്ട് ന്യൂറോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഗ്യാപ്പിനാണ് വാസ്തവത്തിൽ സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അത് ഇവിടെ അർത്ഥം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഞാൻ ബയോളജി അല്ല എടുക്കുന്നത്. കലയിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ ഇതിൻ്റെ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. നമ്മൾ ക്രിയേറ്റീവ് ആകുമ്പോൾ ഈ പുതിയ ബ്രിഡ്ജസ് ഉണ്ടാകുമെന്നുള്ളത് ഇപ്പം വളരെ ക്ലിയറാണ്. ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരെങ്കിലും സീനിയേഴ്സാണ്, അതുകൊണ്ട് നമ്മളത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങളിപ്പോൾ പ്രായമായി കഴിയുമ്പോൾ നമ്മൾ പറയുമോ എനിക്കതൊന്നും ഓർക്കാൻ സാധിക്കുകയില്ല, എന്തെങ്കിലും ഒരു പേര് പറഞ്ഞാൽ ഞാൻ മറന്നുപോകും, അല്ലെ ഒരു കവിത വായിച്ചാൽ അതൊന്ന് പാടി നമ്മൾ മനഃപ്പാഠമാക്കാനായിട്ട് പ്രയാസമാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇപ്പോൾ ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത് ന്യൂറോണിൻ്റെ ഒരു പ്ലാസ്റ്റിസിറ്റി ഉണ്ട്. അത് ന്യൂറോൺ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുമ്പം പുതിയ ന്യൂറോണുകളും പുതിയ കണക്ഷൻസും ഉണ്ടാകുമെന്നുള്ളതാണ്. അതൊരു അത്ഭുതകരമായ കാര്യമാണ്. അതായത് എനിക്കിപ്പോൾ ഈ പ്രായമായി, ഈ പ്രായത്തിൻ്റെ എൻ്റെ ബ്രെയിനിൻ്റെ അകത്ത് ഇനി ഒന്നും പുതുതായിട്ട് ഉണ്ടാകുകയില്ല എന്ന് ഞാൻ അങ്ങ് വിചാരിച്ചാൽ ഞാൻ പോക്കാണ്. അതേസമയം ഞാനൊരു പുതിയ വാക്ക് പഠിക്കുക ദിവസവും, വളരെ എളുപ്പമാവും പുതിയ വാക്കുകൾ പഠിക്കൊണ്ട് പോയി ഡിക്ഷണറി തപ്പിയെടുത്ത് മറിച്ചൊന്നും നോക്കണ്ട. ഇങ്ങനെ വായിച്ചു വരുന്ന സമയത്തൊന്ന് കുത്തിയാൽ ഉടനെ നമുക്ക് അർത്ഥം കിട്ടും, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കിട്ടും, അതിൻ്റെ എറ്റിമോളജി കിട്ടും, സകല സംഗതിയും ഒരു വാക്കിനെ കിട്ടും. ഏത് ഭാഷയിലും നമുക്ക് പഠിക്കാം. ഇതൊരു അപാരമായൊരു സംഗതിയാണ് ഈ ഇൻ്റർനെറ്റ് നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പം എൻ്റെ ഈ ബ്രെയിനിൽ എവിടെയോ ചില ന്യൂറോണുകൾ ലൈറ്റഡപ്പ് ആകുന്നുള്ളൂ. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അറിയാവുന്ന ഏതെങ്കിലും ഒരു ഭാഷയിലോ ഒരു പുതിയ വാക്ക് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം ന്യൂ ന്യൂറോൺസ് ആൻഡ് കണക്ഷൻസ് ആർ ബീയിങ് ക്രിയേറ്റഡ്. പുതിയ പാലങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ നമുക്ക് മീനച്ചിലാറിൻ്റെ തീരത്ത് പോയി നിന്നിട്ട് അങ്ങോട്ട് കിടക്കാനായിട്ട് മാർഗ്ഗമില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നത്? എഞ്ചിനീയർമാർക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു പാലം പണിയുകയാണ് അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ ന്യൂറോണുകൾ തമ്മിൽ പാലം പണിയും. ആ പാലം പണിയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഈ ഇപ്പോൾ പറഞ്ഞ സിനാപ്സ്. അത് ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ കൂടിയാണ് ഈ ഇമ്പൾസസ് എല്ലാം കടന്നു പോകുന്നതും നമ്മുടെ ശരീരത്തെ അതിൻ്റെ ധർമ്മം നിറവേറ്റാൻ സഹായിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റിവിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ന്യൂറൽ ബേസിസ് ഉണ്ട്. നമ്മൾ ക്രിയേറ്റീവ് ആയാൽ അത് തീർച്ചയായും നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാമല്ലോ, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. ഇവിടെ ഇരിക്കുന്ന വലിയ കലാകാരന്മാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് നമ്മുടെ റോയിച്ചനും മാത്യൂസ് ഓരോരുത്തരും ഒക്കെ അവർക്കറിയാം, ഒരു പടം വരയ്ക്കാനായിട്ടിരുന്നാൽ നിങ്ങളൊരു ചായ കൊണ്ട് ആരെങ്കിലും കൊണ്ട് വെച്ചു വന്നിരിക്കട്ടെ, ചിലപ്പോൾ 3 മണിക്കൂർ സമയത്തേക്ക് ഓർക്കുകയില്ല ചായയുടെ കാര്യം. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്നേഹിതൻ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ചായ കൊണ്ട് അവിടെ വെച്ചിരുന്നു. അദ്ദേഹം പെയിൻറ്റ് ചെയ്ത് വരുന്നേക്കുകൊണ്ട് വെള്ളത്തിൽ മുക്കുന്നതിന് പകരം ചായക്കകത്താണ് ബ്രഷ് മുക്കിയത്. അങ്ങ് സംഭവിക്കാം. അതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? നമുക്ക് അപാരമായ കോൺസെൻട്രേഷനാണ് കിട്ടുന്നത്. ആ കോൺസെൻട്രേഷൻ കിട്ടുമ്പോൾ നമുക്കൊരു ആനന്ദം ഉണ്ടാവും, ഒരു സന്തോഷം. അത് യോഗികൾക്കുണ്ട്. വലിയ ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് ദേ ട്രാൻസെൻഡ് ദി കോൺട്രഡിക്ഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ഇൻ അവർ വേൾഡ് ആൻഡ് ദേ അറൈവ് അറ്റ് എ ലെവൽ ഓഫ് ഇന്നർ പീസ്, ട്രാങ്ക്വിലിറ്റി. അതൊരു റിയലാണ് കേട്ടോ, അത് വെറുതെ പറയുന്നതല്ലത്. അതിൻ്റെ അനുഭവത്തിൻ്റെ വേറൊരു തലം നല്ല കലാകാരന്മാർക്കുണ്ട്. അതിപ്പോൾ നല്ല കലാകാരനെ എടുത്തു പറയുന്നതിൻ്റെ കാരണമുണ്ട്. പലതരത്തിലുള്ള കലാകാരന്മാരുണ്ടല്ലോ. നമ്മൾ ഭക്ഷണമാണ്, നല്ല ഭക്ഷണവും ചീത്ത ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞതുപോലെ കലയിലും നല്ല കലയിലും ഗുഡ് ആർട്ടും ഉണ്ട്, ബാഡ് ആർട്ടും ഉണ്ട് അല്ലേ? ഗുഡ് അച്ഛനും ഉണ്ട്, ബാഡ് അച്ഛനും ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. പള്ളിയിൽ പോകുന്നവർ പറയുമോ ഇന്ന് ഞങ്ങളുടെ അച്ഛൻ നല്ലൊരു അച്ഛനാണെന്ന് പറയുന്നവരുണ്ട്. അപ്പം സന്യാസിമാരെ കുറിച്ചും ഒക്കെ അത് നമുക്ക് പറയാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഇങ്ങോട്ട് കയറിയിരുന്നോളും അല്ല അവിടെ അതെനിക്കൊന്നും കുഴപ്പമില്ല, ഇങ്ങോട്ട് പോരാ പറ. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ ഈ സിനാപ്സ് എന്ന് പറയുന്നതിനെ ഒരു രൂപക അലങ്കാരം, ഒരു മെറ്റഫറായിട്ട് നമ്മൾ എടുക്കുകയാണ്. അതിനെ ബയോളജി നിങ്ങളങ്ങ് മറന്നു കളയുക, ഒരു മെറ്റഫറായിട്ട് എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ പുതിയ ലേണിങ്, ന്യൂ ലേണിംഗ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ന്യൂ ലേണിംഗ് ഉണ്ട്, ഡീപ്പ് ലേണിംഗ് ഉണ്ട്. പക്ഷേ മനുഷ്യൻ പുതുതായിട്ട് പഠിക്കാൻ സാധിക്കും.
പഠിക്കാൻ സാധിക്കുന്നതിലൂടെ അവൻ്റെ മനസ്സിനെയും ശരീരത്തെയും റിഫ്രഷ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മളത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഞാനിവിടെ ഡെൻഡ്രൈറ്റ് എന്നൊക്കെ പറഞ്ഞില്ല, ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ന്യൂറോണിൻ്റെ ചുറ്റുപാടും ഇതൊന്നുമല്ല, നമ്മൾ 86 to 100 ബില്യൺ ന്യൂറോണുകളാണ് തലച്ചോറിലുണ്ടെന്ന് പറഞ്ഞപ്പം അതിൻ്റെ കണക്ഷൻസ് എത്രയാണെന്ന് അറിയാമോ? 86 to 100 ട്രില്യൺ കണക്ഷൻസാണ്. അതാണ് കാരണം ഓരോ ന്യൂറോണിൽ നിന്നും തൗസൻഡ്സ് ആൻഡ് 10,000s ഓഫ് കണക്ഷൻസാണ് ഇങ്ങനെ വരുന്നത്. അപ്പം അത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു സംഖ്യയാണത്. ഇത് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. ഇത് നേരത്തെ ഈ ന്യൂറോ സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആളുകൾക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയാമായിരുന്നു. പക്ഷേ ഇതുപോലെ സയൻറ്റിഫിക്കായിട്ട് അവർക്ക് പറയാനായിട്ട് സാധിക്കും. മുമ്പേ പറഞ്ഞാൽ FMRI ഫങ്ഷണൽ MRI വന്നതിന് ശേഷം ഇതിപ്പം വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ ലൈറ്റഡ് അപ്പ് ആകുന്നു, സ്റ്റിമുലേറ്റഡ് ആകുന്നു എന്നുള്ളത് ക്ലിയറാണ്. അതുകൊണ്ട് ഈ ആർട്ട് വാസ്തവത്തിൽ ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ, മീഡിയം ഓഫ് ക്രിയേറ്റിവിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു മീൻസ് എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. അതൊരു കാനായി സാറ് പറഞ്ഞ കാര്യം ഞാൻ മുമ്പേ കോട്ട് ചെയ്തല്ലോ. എല്ലാവരും ആർട്ടിസ്റ്റാണെന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടില്ല കുറേ പാഴ്വസ്തുക്കളെ. ഇപ്പം പെയിൻറ്റിങ്സ് ഉണ്ട്, നോർമൽ പെയിൻറ്റിങ്സ് ഉണ്ട്, പക്ഷേ പാഴ്വസ്തുക്കളെ നമുക്ക് കലാവസ്തുക്കളായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇതല്പം കേരളത്തിലെല്ലാം അല്പം പ്രശസ്തമായ ഒരു സാധനമാണിത്. ഇത് നിങ്ങൾക്കറിയാം എന്നാന്നുള്ളത്. ഇതൊരു മഹോഗണി മരത്തിൻ്റെ ചീള. ഇപ്പോൾ ഇലക്ട്രിക് വാൾ കൊണ്ട് വെട്ടുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ചീൾ കിട്ടും. ഞാൻ ഈ തടിയിൽ ഒന്നും ഉളി കൊണ്ടോ കത്തി കൊണ്ടോ ഒന്നും പ്രയോഗിച്ചിട്ടില്ല, അതുപോലെ തന്നെ എടുക്കുകയാണ്. പക്ഷേ ഇതിങ്ങനെ കണ്ടപ്പോൾ നമ്മൾ ഒരു ചിത്രം ആരോപിക്കുകയാണ്. വി ആട്രിബ്യൂട്ട് ആൻ ഇമേജ്. അപ്പോൾ ഇങ്ങനെ കണ്ട ഉടനെ എനിക്ക് ഒരു സ്ത്രീ രൂപം ഇവിടെ ഉണ്ടാക്കാമെന്ന് തോന്നി. സ്ത്രീ രൂപം ഉണ്ടാക്കി. അപ്പം ക്ലിയോപാട്രയുടെ ചില എലമെൻറ്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്, കഥകളിയുടെ എലമെൻറ്റ്സ് ഉണ്ട്, ഒരു മീൻ പോലെയുള്ളൊരു കണ്ണിവിടെയുണ്ട്, ഇവിടെ ഒരു പൊട്ടുണ്ട്, ഒരു സ്ത്രീരൂപം വന്ന്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പറേ എന്താ വേണ്ടത്? സ്വാഭാവികമായിട്ടും ഒരു പുരുഷരൂപമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പുരുഷരൂപമാണ് എന്നത്. ഇത് പെയിൻറ്റ് ചെയ്തെടുത്ത് മാത്രമേ ഉള്ളൂ, തടിയെ മാറ്റം വരുത്തിയിട്ടില്ല. ഇതിങ്ങനെ സങ്കല്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടും അപ്പോൾ ഇത് എന്ത് തരം പുരുഷനാണ്? ഇന്ത്യക്കാരനാണോ മലയാളിയാണോ അമേരിക്കക്കാരനാണോ എന്ന് സംശയം ഉണ്ടായിരുന്നു എനിക്ക്, എന്താ ചെയ്യണമെന്നുള്ളത്. അപ്പം ഇപ്പുറം നോക്കിയപ്പം ഇത് ഈ നോർത്ത് ആഫ്രിക്കയിലെ ബെർബർ പോപ്പുലേഷൻ്റെ മുടിയായത്. നിങ്ങൾക്കറിയാമല്ലേ ബെർബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേണൽ ഗദ്ദാഫിയൊക്കെ ഉണ്ടല്ലോ. കേണൽ ഗദ്ദാഫിയൊക്കെ അത് സുഡാൻ, ലിബിയ തുടങ്ങിയ അവരുടെ സ്കിൻ ബ്ലാക്ക് അല്ല മറ്റവരെ പോലെ. സബ് സഹാറൻ ആഫ്രിക്കയിലുള്ളവരെ പോലെ ഇവരുടെ സ്കിൻ വൈറ്റാണ്, പക്ഷേ അവരുടെ മുടി ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന മുടിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇയാളുടെ മുടി കൂടെ ഇങ്ങനെ ഒന്നാക്കിയാൽ ഒരു ബെർബർ കിങ് ആണ്. ബെർബർ കിങ് എന്ന് പറഞ്ഞാൽ ഗോത്ര തലവന്മാരെ, ഗദ്ദാഫിയൊക്കെ വലിയ ഗോത്ര തലവന്മാരായിരുന്നു. അമേരിക്കക്കാർക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ. അപ്പോൾ ഇതൊരു ഏൻഷ്യൻ്റ് ക്ലാസിക്കൽ തീമാണ്. ഈജിപ്തുകാരുടെ ക്ലിയോപാട്രയും മലയാളിയുടെ കഥകളി മാസ്കും ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഉള്ളതാണ്. അപ്പം പിന്നെ അതിൻ്റെ അത് ചില കൊച്ചു കുസൃതികളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കണം, ഇതൊരു മീനിനെ പോലെയാണ് വരച്ചേക്കുന്നത് ഈ സ്ത്രീയുടെ കണ്ണ്. ഇവിടെ ഒരു ചെറിയ കൊളുത്തുമൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് കാണാതിരിക്കും. അത് അതുകൊണ്ട് സൂക്ഷിക്കണം, സ്ത്രീകൾ സൂക്ഷിക്കണം. ഇങ്ങനൊരു കൊളുത്തുമൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, ഇത് ഞാൻ ഒരിടത്ത് ചെന്നപ്പോഴേ മരം വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരാൾ കൊട്ടയ്ക്കകത്ത് ഇത് എടുത്തിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി തീ കത്തിക്കാനായിട്ട് ഒരു മുറിക്കോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടുന്ന് ഇത് കണ്ട ഉടനെ നമ്മളൊരെണ്ണം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഒരു വരെയും കൊടുക്കണ്ടല്ലോ ഇതിന് പിന്നെ ഒരു സമ്മാനം കിട്ടി എനിക്ക്. അത് പ്രാഗിലെ ചാൾസ് യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഒരു എക്സിബിഷൻ നടന്നപ്പോൾ അതിനകത്തൊരു ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റും ഒക്കെ എനിക്ക് അവർ അയച്ചു തന്നു. ഇത് കണ്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്, ഒരു പ്രൊഫസർക്ക് ഇതിൻ്റെ പടം അയച്ചു കൊടുത്തു.
വശത്തു നിന്നുള്ള പടം അയച്ചു കൊടുത്തു. അവർ 3 പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് അത് റെക്കഗ്നൈസ് സം വാല്യൂ ഇൻ ദാറ്റ്. അത് ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഇത് ഈ സാധനം ഏതാ എടുക്കണോ? അത് ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോഴേ വഴിയിലൊക്കെ തടിക്കഷ്ണങ്ങൾ ഇങ്ങനെ മഴയത്ത് ചീഞ്ഞ് കിടക്കുമല്ലോ. അതിൻ്റെ പുറത്തെ തൊലിയാണ്. ആ തൊലി നമ്മൾ കയ്യിലെടുത്താൽ തന്നെ വിട്ടുപോകുന്നതാണ്. ആ തൊലി ശേഖരിച്ച് വന്നിട്ട് ഉണക്കിയെടുത്തിട്ട് അതിൽ ഗ്ലൂ ഒക്കെ അടിച്ച് പിന്നെ പെയിൻറ്റും അടിച്ച് അവനെ അങ്ങനെ നേരെയാക്കി നിർത്തുകയാണ്. എന്നിട്ട് ഇങ്ങനെ കോവിഡിൻ്റെ സമയത്താണ് കേട്ടോ. കോവിഡ് സമയത്ത് ന്യൂയോർക്കിൽ മറ്റുമൊക്കെ ഭയങ്കര ഭയമായിരുന്നു. അതാണ് കോവിഡ് വന്നിട്ട് ആളുകൾ മരിച്ചു വീഴുന്നു, താമസിയാതെ ഈ നഗരങ്ങളെല്ലാം തന്നെ ശൂന്യമാകും, അപ്പോൾ ഭാവി ന്യൂയോർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു സങ്കല്പത്തിൽ ഞാനിങ്ങനെ ഒന്നുണ്ടാക്കിയതാണ്. ഇതുവരെ ഇതേ കുറേ കൂടെയൊക്കെ കളറുണ്ടായിരുന്നു കേട്ടോ. ഞാനെല്ലാം പോയതാണ്. ഇത് ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റുകൾ പോലെ കാണുന്നതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും ഒടിഞ്ഞും ഒക്കെ പോയിക്കൊണ്ട് പഴയ ഒരു പള്ളിയുണ്ട് ന്യൂയോർക്ക്. നിങ്ങൾ ചെല്ല് കണ്ടുണ്ടായിരിക്കും. അത് പഴയ 150 വർഷം പഴക്കമുള്ളതാണ്. പക്ഷേ അത് ഈ കെട്ടിടങ്ങളുടെ ഇടയ്ക്ക് അത് അങ്ങ് ഒന്നും ഇല്ലാതെയായതാണ്. അപ്പോൾ ഇത് അമേരിക്കയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തപ്പോൾ, അമേരിക്കക്കാരത്തിയാണ്, അവരൊരു ലോയറാണ്, അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ ഷീ വാസ് സ്കേർഡ്. എൻ്റെ പേർക്ക് എഴുതി ഇങ്ങനെയുള്ള സാധനമൊന്നും ദയവായിട്ട് ഇനി അയക്കരുതെന്ന് പറഞ്ഞു. കാരണം അവരവിടെ താമസിക്കുന്ന ആളാണ്. ഇതാണ് നമ്മുടെ നഗരങ്ങളുടെ ഭാവി എന്ന് കോവിഡ് സമയത്ത് പറയുമ്പോൾ ഇറ്റ് ക്യാൻ സ്കെയർ പീപ്പിൾ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇത് ഒരു വലിയ കലയായിട്ടൊന്നും ഞാൻ പറയില്ല കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണം. ഇത് ഞാൻ പറഞ്ഞത് തിങ്സ് വിച്ച് ആർ റിജക്റ്റഡ് ക്യാൻ ബി കൺവേർട്ടഡ് ടു വർക്ക്സ് ഓഫ് ആർട്ട്. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ. അത് ബൈബിൾ അറിയാവുന്നവർക്ക് അറിയാവുള്ളൂ. ബൈബിളിലൊരു പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. ഏതാ? തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി എന്നൊരു ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ. ദ സ്റ്റോൺ വിച്ച് വാസ് റിജക്റ്റഡ് ബൈ ദ മേസൺസ് ബിക്കെയിം ദി കോർണർ സ്റ്റോൺ എന്ന് പറഞ്ഞതുപോലെ, ചുരുക്കം പറഞ്ഞാൽ നമ്മൾ എവിടെ നോക്കിയാലും അവിടെ എല്ലാം ഒരു ട്രേസ് ഓഫ് ആർട്ടുണ്ട്. ഇംഗ്ലീഷിൽ പാരഡോളിയ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. പാരഡോളിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ചെറുപ്പത്തിൽ ഈ നമ്മൾ മേഘങ്ങളൊക്കെ കാണുമ്പം നോക്കുമ്പം വെള്ളമേഘങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആ ഒരു അപ്പൂപ്പനിങ്ങനെ താടിയായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നു അല്ലേ? അതുപോലെ മരങ്ങളുടെ കൂട്ടം ദൂരെ നിന്ന് മരങ്ങളിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അതൊരു സിംഹം അല്ലെങ്കിൽ പുലി ഇങ്ങനെ അതാ പാരഡോളിയ. അതായത് നമ്മൾ സാധാരണ കാണുന്ന കാഴ്ചകളിൽ ഏതെങ്കിലും ഒരു ചിത്രം നമ്മൾ സങ്കല്പിക്കുക, ആരോപിക്കുക എന്നുള്ളതാണ്. ഇപ്പം ആപ്പിൾ നിങ്ങളിങ്ങനെ നടുക്കൂടി ഒന്ന് മുറിക്കാമെങ്കിലേ ചിലപ്പോൾ അവിടെ ഒരു മുഖം കാണും അല്ലേ? ഞാൻ ഈ അടുത്ത കാലത്ത് ഈ നങ്കെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നങ്ക് ഇവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് വഴി നിന്ന് നങ്ക് വാങ്ങിച്ചപ്പോൾ അയാളിങ്ങനെ വെട്ടിത്തന്നു നോക്കിയപ്പം 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് നിറയെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഒരു മുഖം. അപ്പം ഞാൻ പിന്നെ 2 എണ്ണം കൂടി വെട്ടിച്ചപ്പോൾ 3 മുഖങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പടം എടുത്ത് ആളുകൾക്ക് അയച്ചപ്പം അവർ വിചാരിച്ചത് ഏതോ വർക്ക് ഓഫ് ആർട്ടാണ് എന്ന് വിചാരിച്ചു. ഒന്നുമില്ല, നങ്ക് വെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ പാരഡോളിയ. ഇത് ഈ ഗിഫ്റ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളെ തന്നെ അവഗണിക്കുന്നതാണ്. ചിലപ്പോൾ ഒരു മുഖമായിരിക്കും, ചിലപ്പം വേറൊരു രൂപമായിരിക്കും, ഒരു ആനയായിരിക്കും. ഇങ്ങനെ ഒരു കാലത്ത് സൈക്യാട്രിക്കാരത് പറഞ്ഞുകൊണ്ടിരുന്ന ഏതാണ്ട് രോഗമാണ്, മാനസിക രോഗത്തിൻ്റെ അടയാളമാണ് ഇങ്ങനെ കാഴ്ച കാണുന്നതാണ് അവർ പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പാരഡോളിയ എന്ന് പറയുന്നത് ആർട്ടിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി, ക്രിയേറ്റിവിറ്റിയുടെ അടയാളമാണ്. അതായത് ആരും ഒന്നും കാണാത്തിടത്ത് യു സീ സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. അതാണ് പാരഡോളിയ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വിധത്തിൽ പറഞ്ഞാൽ പാരഡോളിയയുടെ ചില ഉദാഹരണങ്ങൾ ഞാൻ അവിടെ ചിലതുണ്ട്. അവിടെ ഞാനത് ഉറപ്പിച്ച് വെച്ചിരിക്കുക, എടുക്കാനായിട്ട് പറ്റുകയില്ല. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ശില്പം നിങ്ങൾ കയറി വരുന്നിടത്തുണ്ട്, ദ ബ്രെഡ് വിന്നർ എന്ന് പറഞ്ഞ്. അത് നമ്മുടെ റബ്ബർ മരം വെട്ടിയപ്പോഴേ ചെതറിപ്പോയൊരു ചീളാണ്, ഒറ്റ ചീളാണ്. അത് അവിടെ കിടന്ന് ഒരു 2 ആഴ്ച കൊണ്ട് അത് മിക്കവാറും ചതിരി പിടിച്ചത് മണ്ണോട് മണ്ണാണ്. അതുകൊണ്ട് ഉണക്കിയെടുത്തിട്ട് അതിൽ പെയിൻ്റൊക്കെ അടിച്ചു. ബ്രെഡ് വിന്നർ, അത് നിങ്ങളൊന്ന് നോക്കുന്നതാണ്. ഒരു അപ്പക്കഷ്ണം ഇങ്ങനെ കടിച്ചു പിടിച്ച് കഠിനമായിട്ട് നിൽക്കുന്ന ഒരാൾ, അയാളുടെ ഭാര്യ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. കുഞ്ഞുങ്ങളെക്കുറിച്ചും ഗാർഡനെക്കുറിച്ചും വീടിനെക്കുറിച്ചും ഒക്കെ സ്വപ്നം കാണുകയാണ്. അപ്പം ബ്രെഡ് വിന്നേഴ്സ് ഡേ ഡ്രീമിങ് വൈഫ് എന്നൊക്കെ അതിന് പേര് കൊടുത്തേക്കുന്നത്.
മറിച്ച് നോക്കിയപ്പം ഒറ്റ ഒരു ഭാഗമുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഡേ ഡ്രീം ദി ബ്രെഡ് വിന്നേഴ്സ് ഗ്രാൻഡ് മദറാണ്, അവരുടെ വായിൽ ഇതുപോലെ. അപ്പോൾ 2-3 തലമുറകളായിട്ട് അവരുടെ ജീവിതം വളരെ കഷ്ടപ്പാട്ടുള്ള ജീവിതമാണ്. അതിന് വലിയ മാറ്റമൊന്നും, ഗവൺമെൻറ്റുകളൊക്കെ മാറി വന്നു, പക്ഷേ അവരുടെ ജീവിതത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സോഷ്യൽ ക്രിറ്റിസമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ അറിയാതെ തന്നെ, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാകുന്നൊരു സംഗതിയാണ്, അറിയാതെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ചിന്തകൾ, ചർച്ചകൾ, പ്രസ്ഥാനങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കും. അത് എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് ആണെങ്കിലും, ഫെമിനിസ്റ്റ് ഇഷ്യൂ ആണെങ്കിലും, ഹ്യൂമൻ റൈറ്റ്സ് ആണെങ്കിലും, കുട്ടികളുടെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മളെ അത് സ്വാധീനിക്കും. അതറിയാതെ ഈ പെയിൻറ്റിങ്ങിലേക്ക് വരും. കോൺഷ്യസ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കോൺഷ്യസ് ആക്കായിരിക്കും. നമ്മളിങ്ങനെ വരച്ച് വരുമ്പോഴേ ഇങ്ങനെയൊരു സംഗതിയാണല്ലോ എന്ന് നോക്കാം. അവിടെ ഇപ്പം തന്നെ എന്നെ ഏറ്റവും അവസാനം സ്വാധീനിച്ച ഒരു ചിത്രമാണ് ഉണ്ടാക്കാണുന്നത്. നിങ്ങൾ നോക്കിയാൽ അതിന് വലിയ ഭംഗിയൊന്നും കാണില്ലായിരിക്കാം. എമിഗ്രേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പുറകിരിക്കുന്ന ആ പടമാണ്. അതായത് ഈ കടലിൽ കിടക്കുന്ന മീനെല്ലാം കൂടെ ആവേശത്തോടു കൂടി ആകാശത്തിലേക്ക് കയറുക. നമുക്ക് വലിയ ശക്തിയോടുകൂടി അത് കയറുക. ആകാശത്തിൽ മീനിന് ജീവിക്കാൻ പറ്റുകയെന്ന് എല്ലാവർക്കും അറിയാം. കടലാണ് അതിൻ്റെ ഹോം. പക്ഷെ അത് പോണ് താഴെ നോക്കുമ്പോൾ എല്ലാവരും ആവേശത്തോടെയാണ്, അതിനൊരു ഓറിയൻറ്റേഷൻ ഉണ്ട്. മുകളിൽ ചെന്ന്, ഏറ്റവും മുകളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് മീനെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എന്തിനായി UK വന്നത്, ഈ കാനഡയിൽ വന്ന് ഈ പണി ചെയ്യുന്നത് എന്തിനാണ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മീനുകൾ ചോദിക്കുക. ബിക്കോസ് അവരുടെ ഹോം അല്ല അത്. പിന്നെ അപ്പോൾ ഒരു സ്പോർട്ടീവ് എലിഫൻ്റ് ഉണ്ട്. ഒരു ബ്ലാക്ക് ഹോളിനെ ഒരു പന്ത് പോലെ തട്ടുന്നുണ്ട്. ആ ബ്ലാക്ക് ഹോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇങ്ങനെ ചുറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ഹോളിൻ്റെ ഒരു സ്വഭാവമാണ് എല്ലാത്തിനെയും വിഴുങ്ങുക എന്നുള്ളത്. ഇങ്ങനെയുള്ള ചില ചിന്തകൾ കുറച്ചൊക്കെ ഫാൻറ്റസിയാണ്. അതിനൊന്നൊരു ലോജിക്കലായിട്ട് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അത് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. ഒരു കലാസൃഷ്ടിയിൽ നമ്മുടെ സാധാരണ ലോജിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. സാധാരണ ലോജിക്ക് അപ്ലൈ ചെയ്താൽ അത് മാത്തമാറ്റിക്സാണ്, അല്ലേ? പ്യുവർ ലോജിക്, 100% നമുക്ക് ലോജിക്കലായിട്ട് മനസ്സിലാക്കാവുന്ന സംഗതി അത് മാത്തമാറ്റിക്സിലായിരിക്കും. പക്ഷേ ഇതിൻ്റെ അത് ധ്വനിയാണ്. അതൊരു കവിതയാണെങ്കിലും കലയാണെങ്കിലും അതിങ്ങനെ ധ്വനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മളൊരു കേവിൽ ചെന്നിട്ട് ശബ്ദം വെച്ചാൽ അതിങ്ങനെ പല പ്രാവശ്യം പല മടങ്ങ് അതിൻ്റെ ശബ്ദം ധ്വനിക്കും. ആ ധ്വനിയാണ് പ്രധാനമായിട്ടും കലയിലും പൊതുവെ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ക്രിയേറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഞാനീ പറയുന്നതൊന്നും എൻ്റെ ആർട്ടിനെ കുറിച്ച് ബേസ് ചെയ്ത് മാത്രമല്ല കേട്ടോ, ഞാൻ പൊതുവായിട്ടാണ് ഈ പറയുന്നത്. കാരണം അതിന് പല തലങ്ങളുണ്ട്. ഞാൻ വളരെ മോഡസ്റ്റായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി ലെവൽ കാണിക്കാം, വേറൊരാൾ കുറച്ചുകൂടെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കാണിക്കാം. പക്ഷേ എല്ലാത്തിനും ക്രിയേറ്റിവിറ്റിയുടെ ഒരു സ്റ്റിമുലേറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. ഇവിടെ വന്ന കുട്ടികളെ കഴിഞ്ഞ ദിവസം വന്നത് ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. ഈ കുട്ടികളെ ഒരു കുട്ടി ഞാൻ നോക്കിയപ്പം അതിനൊരു നമ്മുടെ ലിസി കൊണ്ടുവന്ന കുട്ടിയെ ഒരു കുട്ടിയെ ഇങ്ങനെ ഇവിടെ നോക്കുന്നു ഇങ്ങനെ നോക്കുക. പല പ്രാവശ്യം അത് മടുക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഹീസ് ഐഡൻറ്റിഫൈങ് ഹിംസെൽഫ് വിത്ത് ഇറ്റ്. ഈ 2 മുഖങ്ങൾ, ഈ സ്ത്രീ പുരുഷ മുഖങ്ങൾ വന്നത് അവന് സ്വയം അത് ഏറ്റെടുക്കുക ചെയ്യുന്നത്. അവനിൽ തന്നെ ആ രണ്ട് ആസ്പെക്റ്റും അവന് കാണുകയാണ്. ഇന്നലെ ഒരു വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വനിതയാണ് ഇവിടെ എന്നോടൊന്ന് പറഞ്ഞു, ആ പടം കണ്ടിട്ട്, അപ്പോൾ നേരെ പുറകിരിക്കുന്ന പടം കണ്ട് എന്നോട് പറഞ്ഞു, അത് നല്ല ആരോഗ്യമുള്ളൊരു മീനാണ്, പക്ഷേ ആ മീനിനെ ഒരു നെറ്റി കിടക്കുക അല്ലേ, അത് പൊട്ടിക്കാൻ വെറും നെറ്റല്ല, അത് ഇരുമ്പ് കമ്പിയാണ്, അതിനെ പൊട്ടിക്കാനായിട്ട് അതിന് സാധിക്കുന്നില്ല. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഐ എം ഐഡൻറ്റിഫൈങ് മൈസെൽഫ് വിത്ത് ദാറ്റ് ഫിഷ് എന്ന് പറഞ്ഞു. ശരിയായിരിക്കാം, അവരുടെ ഒരു കണ്ടീഷനായിരിക്കും അത്. ഇങ്ങനെയുള്ള ഒത്തിരി ക്രിറ്റിസിസംസും ഒക്കെയുള്ള ഇൻസൈറ്റും ഒക്കെ നമ്മുടെ ഇതിൽ നിന്ന് കിട്ടാം. പിന്നെ ഇത് തെറാപ്യൂട്ടിക്കാണ് ഇത് മൂന്നും. അതായത് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് അത് ഒരിടത്ത് വായിച്ച് മനസ്സിലാക്കിയതാണ്. ആദ്യം ഈ നമ്മുടെ മാർക്കർ പെൻ കൊണ്ട് ഇങ്ങനെ കുറേ വരകൾ ഇങ്ങനെ വരയ്ക്കുക. അപ്പം ക്രോസ് ലൈൻസ് വരുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലായിടത്തും ഷാർപ്പ് കോർണറുണ്ട് അല്ലേ, ഒരു ആംഗിളാണ്, ഷാർപ്പാണ് ആ കോർണർ. പിന്നെ എന്താ ജോലി എന്ന് ചോദിച്ചാൽ കളർ ഉപയോഗിച്ച് ഈ ഷാർപ്പ് കോർണറെല്ലാം നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുക. കണ്ടോ, ഇതെല്ലാം ഒരിടത്ത് പിന്നെ ഷാർപ്പ് കോർണർ കാണാനായിട്ട് ഇത് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടില്ല എൻ്റേത്.
അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ ഫലമായിട്ട് ആ പടം തീർന്നു കഴിയുമ്പം നിങ്ങളുടെ ഈ ബ്രെയിൻ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ആ നെറ്റ്വർക്ക് പലയിടത്തും ഇങ്ങനെ ഷാർപ്പായിട്ടും സെൽഫ് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടും ഒക്കെ കിടപ്പുണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ നെറ്റ്വർക്കിനൊരു അയവ് കിട്ടും. യു ആർ ലൂസണിങ് അപ്പ് ദി ഹാർഡ് നെറ്റ്വർക്ക്. അപ്പം നിങ്ങൾക്ക് ഒരു സന്തോഷവും സമാധാനവും കിട്ടും, ഹീലിങ്ങും ഉണ്ടാകും. അപ്പം കാരണം നമ്മുടെ പല മാനസിക രോഗങ്ങളുടെയും ഇപ്പം ഈ കണ്ടതാണ് നമ്മുടെ മാനസിക രോഗങ്ങളുടെ പ്രശ്നം. ഇതിങ്ങനെ ചുറ്റിക്കറങ്ങി കുരുക്ക് വീണ് കിടക്കും. അപ്പോൾ ആ കുരുക്കഴിക്കാനായിട്ടുള്ള ഒരു എക്സസൈസായത്. നിങ്ങൾ തന്നെ വീട്ടിൽ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ കൊണ്ട് പറഞ്ഞത് മാർക്കർ പെൻ ഉപയോഗിച്ച് കുറേ വരകൾ ഒന്നും നോക്കണ്ട, നിങ്ങൾ എന്താണെന്നൊന്നും നോക്കണ്ട, വരയ്ക്കുക. എന്നിട്ട് പെയിൻറ് ഉപയോഗിച്ചിട്ട് എല്ലാ കോർണറും നിങ്ങൾ റൗണ്ട്. അപ്പം നമ്മുടെ ഈ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളെ, അതുപോലെ നമ്മുടെ ചില തരതരം ബിറ്റർനെസ്, ഇതൊക്കെ ഈ ഷാർപ്പ് കോർണർ അതെല്ലാം മാറിക്കിട്ടിയിട്ട് നിങ്ങളുടെ മനസ്സ് കുറേ ശാന്തമാകും. യു വിൽ ബി ഹീൽഡ് ടു സം എക്സ്റ്റെൻറ്റ്. ഇതൊരു തെറാപ്യൂട്ടിക് എക്സസൈസാണ്, ആർട്ടാണ്. അപ്പം ആർട്ട് തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ആർട്ട് തെറാപ്പി. അപ്പോൾ ഇതെല്ലാം, പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയാൽ ഒത്തിരി ചിത്രങ്ങൾ കാണാം. ഇതിൻ്റെ അകത്ത് കൊച്ചു കൊച്ചു ഇമേജസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ വരച്ച് കളറൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് കണ്ടോ, ചിലത് ഇവിടെ കണ്ടോ ഒരു കയറി പോവുക, ഒരു മൗണ്ടിലേക്ക് കയറി പോവുകയാണ്. ഇവിടെ ഒരു പരിഹസിക്കുന്ന ഒരു മുഖം, ഇവിടെ ഒരു കുട്ടിക്ക് മുല കൊടുക്കുന്ന ഒരു അമ്മ. ഇങ്ങനെ ഒത്തിരി ചിത്രങ്ങൾ നമ്മളറിയാതെ തന്നെ അത് വന്നോളും. അതിനെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്താൽ മതി. ഇത് ആർട്ട് തെറാപ്പിയുടെ ഭാഗമാണ്. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഇത് കൂടുതലും ഇംഗ്ലണ്ടിൽ വെച്ച് ചെയ്ത പടങ്ങളാണ്, ഒരു കഴിഞ്ഞ വർഷം ചെയ്തതാണ്. കാരണം ഇംഗ്ലീഷുകാർക്ക് ഈ വാട്ടർ കളർ വളരെ പ്രധാനമാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഒത്തിരി ഫേമസ് വാട്ടർ കളർ ആർട്ടിസ്റ്റുകളുണ്ട് ഇംഗ്ലണ്ടിൽ. ഞാൻ സാധാരണ വാട്ടർ കളർ ചെയ്യാറില്ലായിരുന്നു, പക്ഷേ ഈ അക്രിലിക്കാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മളറിയാതെ തന്നെ, അതാണ് ഈ അന്തരീക്ഷത്തിൻ്റെ ഒരു സ്വാധീനം. അതാണ് ഞാൻ വാട്ടർ കളർ ചെയ്യാറില്ല, എനിക്ക് അറിയാനും പാടില്ല വാസ്തവത്തിൽ. പക്ഷേ അവിടെ ചെന്നപ്പോൾ കുറേ പഠിച്ചു, വാട്ടർ കളർ പഠിച്ചു. അവിടെ ചെന്നപ്പം അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഈ ഇരിക്കുന്ന സംഗതികളൊക്കെയാണ്. ഇതൊത്തിരി പേർക്ക് ഞാൻ ചെന്നപ്പോൾ വിൻ്ററാണ്, കഠിനമായ വിൻ്റർ. അവിടെയെങ്കിലും ഒരില പോലും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത്. പക്ഷേ ഞാനൊരു സ്പ്രിങ് സീന വരച്ചേക്കുന്നത്. കാരണം ആ വിൻ്ററിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ സ്പ്രിങ്ങിനെ സ്വപ്നം കാണണം അല്ലേ? എല്ലായിടത്തും പൂക്കളും നിറങ്ങളും ഒക്കെ ആയിട്ട് സ്വപ്നം കാണണം. അതാണ് ആർട്ടിൻ്റെ ഈ പറയുന്ന ഹീലിങ്ങിൻ്റെ ഭാഗമാണ്. ഹീലിംഗ് ആർട്ടിൻ്റെ, തെറാപ്യൂട്ടിക് ആർട്ടിൻ്റെ ഭാഗമാണ്. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇനിയിപ്പോൾ ഇവിടെ വരച്ചു വന്നപ്പോൾ ഒരു പാറയാണ്. പക്ഷേ ആ പാറയുടെ പകുതിയുടെ കണ്ടപ്പോൾ ഒരു ആനയുടെ രൂപമുണ്ട്. അപ്പോൾ അമ്മയാണ് നമ്മുടെ അരിക്കൊമ്പൻ്റെ കഥയൊക്കെ വരുന്നത്. ഇനി അരിക്കൊമ്പനെ ഒന്ന് വരയ്ക്കണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട്. അരിക്കൊമ്പൻ ഇത് പൂവാണ്. അരിക്കൊമ്പൻ ഇങ്ങനെ ഈ തുമ്പികയിൽ അരിയും പൂവും എല്ലാം കൂടെ മേലോട്ടിങ്ങനെ വെതർന്നൊരു പടം വരച്ചാൽ ഒരാളൊരു ഹീലിംഗ് ഉണ്ടാക്കും. ഇത് ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രഭാഷണം നടത്താനല്ല, പ്രാക്ടിക്കലായിട്ട് നമുക്ക് കലയിൽ നിന്ന് എല്ലാവർക്കും ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ പേഴ്സണൽ ഹീലിംഗ്, സോഷ്യൽ ഹീലിംഗ്, ഇതെല്ലാം സാധിക്കും എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ്. പിന്നെ ഓരോ പടത്തിനും ഒരു കഥയുണ്ട്, അതിൻ്റെ പുറകിൽ ഒരു സ്റ്റോറിയുണ്ട്. അത് ഇപ്പോൾ എനിക്ക് പറയാനായിട്ട് സമയമില്ല. എവറി പിക്ചർ ഹിയർ ഹാസ് എ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്. ചിലത് ഷോർട്ടാണ്, ചിലത് ലോങ് ആണ്. ആയിരിക്കുന്ന ആ പടം അത് ലോങ് സ്റ്റോറിയാണ്. 2500 വർഷം പഴക്കമുള്ള സ്റ്റോറിയാണ്. അവിടെ ഇരിക്കുന്ന പടം ഞാൻ ഈ ഇന്ത്യൻ ഫിലോസഫി കോൺഗ്രസിന് വേണ്ടി നളന്ദയിൽ പോയി, ബീഹാറിലെ നളന്ദയിൽ പോയി. നിങ്ങൾക്കറിയാം നളന്ദ ഇപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റാണ് നളന്ദ എന്ന് പറയുന്നത്. പഴയ മഗധ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് രാജ്ഗീർ. രാജ്ഗീർ വളരെ പ്രശസ്തമായ പട്ടണമാണ് 2500 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ ബുദ്ധനും ശിഷ്യന്മാരും ആ വഴി പലപ്പോഴും പോകുമായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറി ഇരിക്കാൻ, വിശ്രമിക്കാനായിട്ട് അവിടെ ഒരു മാന്തോപ്പുണ്ട്. ആ മാന്തോപ്പ നളന്ദ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയത്. ഇപ്പോഴും അപ്പോഴത്തെ മാവില്ല, പക്ഷേ മാവുകൾ ഇപ്പോഴും അവിടെ ഉണ്ട് കുറച്ച്.
പഴയ കെട്ടിടങ്ങളുടെ ഇടയ്ക്ക്. പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന ഒരു സ്ഥലം വേണുവനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ടായിരുന്നു. വേണുവനം നിങ്ങൾക്കറിയാം, ബാംബു ഫോറസ്റ്റാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നൊക്കെ നോക്കിയപ്പോൾ എനിക്ക് വേണുവനത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ വേണുവനത്തിൽ ചെന്നപ്പോൾ ചെറിയ ഒരു പാർക്കാണ്. അവിടെ കുറേ കൊറിയയിൽ നിന്നുള്ള ബുദ്ധ സന്യാസിനിമാർ വന്ന് അവരുടെ വേഷമൊക്കെ ധരിച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും അവരുടെ പുറകെ പോയിരുന്നു, കുറച്ചു നേരം മെഡിറ്റേറ്റ് ചെയ്തു. ഇത് ബുദ്ധനിടുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് പോകുന്നപ്പോൾ എനിക്കൊരു ഇല, എന്തെങ്കിലും ഒരു അടയാളം വേണമല്ലോ, അതിനാണ് അവിടുന്ന് ഒരു ഇല എടുത്തു. ആ ഇല ഇവിടെ വന്നപ്പോഴത്തേക്ക് ഉണങ്ങിപ്പോയി. എങ്കിലും ആ ഇല വെച്ചുകൊണ്ട് ഒരു പടം വരച്ചു. ഇവിടെ വന്നപ്പോൾ ആ ഇലയുടെ ഒരു ഭാഗം ദ്രവിച്ചിരുന്നു. ദ്രവിച്ചപ്പോഴാണ്, ഒരു ഇല ദ്രവിക്കുമ്പോഴാണ് അതിൻ്റെ അകത്തെ നെറ്റ്വർക്ക്, അതിൻ്റെ നെർവ്സ് എല്ലാം നമ്മൾ കാണുന്നത്. പച്ചയ്ക്ക് നമ്മളത് അധികം കാണുകയില്ല. അപ്പം അതിൻ്റെ അർത്ഥം നമ്മുടെ തന്നെ ഈ സിസ്റ്റം, നമ്മൾ ഈ നല്ല സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ സിസ്റ്റം, ആ നെറ്റ്വർക്ക് നമുക്ക് മനസ്സിലാകുകയില്ല. അതെല്ലാം പോയി കഴിയുമ്പോഴാണ് ഈ നെറ്റ്വർക്ക് തെളിയുന്നത്. അതാണ് അവിടെ ഞങ്ങളുടെ ഒരു ക്യാമ്പിൽ വെച്ച്, നമ്മുടെ കമ്പനി ഓഫ് ആർട്ടിസ്റ്റ് ഫോർ റേഡിയൻസ് ഓഫ് പീസ് എന്ന് പറയുന്ന റോഹിത്തിനെ കൂടെ ആരംഭിച്ച ക്യാമ്പിൽ വെച്ചാണ് അത് ചെയ്തത്. അപ്പോൾ എൻ്റെ പ്രായം വെച്ചുകൊണ്ട് എനിക്കാണ്ട് ആ കുഞ്ഞ് ലൈൻ വരയ്ക്കാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂട്ടാണ്ട് ട്രൈബൽ ആർട്ടിസ്റ്റ് അല്ലേ, നമ്മളവിടുത്തെ അല്ലേ ട്രൈബൽ ആർട്ടിസ്റ്റുകൾ, അവർക്ക് ഇതറിയാം ഇങ്ങനെ ചെറിയ. അപ്പോൾ അതിലൊരാളെ കൊണ്ടാണ് ആ കുഞ്ഞു വരകൾ ഇങ്ങനെ വരപ്പിച്ചത്. അപ്പം അതിൻ്റെ അർത്ഥം അത് അത്രേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇൻവിസിബിളായിട്ടുള്ള നെറ്റ്വർക്ക് അതിനകത്ത് വേറെ ഉണ്ട്. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുമ്പോഴാണ്, ബാഹ്യമായിട്ടുള്ള ഇതെല്ലാം പോയി കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ ഉള്ളിലുള്ള ഈ പവർഫുൾ നെറ്റ്വർക്ക് മനസ്സിലാകുന്നത്. ഇപ്പം നമ്മൾ ബ്രെയിൻ ന്യൂറോണിൻ്റെ നെറ്റ്വർക്കിനെ കുറിച്ച് പറഞ്ഞു. അതേ നെറ്റ്വർക്കാണ് വാസ്തവത്തിൽ ഇപ്പം ഈ ഇപ്പോഴത്തെ പുതിയ ടെലസ്കോപ്പ് ഉണ്ടല്ലോ, ജെയിംസ് വെബ് ടെലസ്കോപ്പ്, അതിന് മുമ്പുള്ള ഹബിൾ ടെലസ്കോപ്പ്. ആ ടെലസ്കോപ്പൊക്കെ തുറന്നു തരുന്ന ഈ പ്രപഞ്ച ദൃശ്യമുണ്ട്, അതായത് ഗാലക്സികളുടെ ദൃശ്യം. ഈ ഗാലക്സികളുടെ ദൃശ്യം അങ്ങനെ തന്നെ ഫോട്ടോ കിട്ടുന്നതല്ലത്. അവർക്കത് ഇലക്ട്രോണിക് ഇമ്പൾസായിട്ട് കിട്ടിയിട്ട് അത് പിന്നെ അവരെ ഇങ്ങനെ രൂപത്തിലാക്കി എടുക്കുന്നതാണ്. അവിടെ നമ്മൾ കാണുന്നത് ഈ നെറ്റ്വർക്കാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള നെറ്റ്വർക്ക് പോലെ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള, നിങ്ങൾ 35,000 അടി ഉയരത്തിൽ ഫ്ലൈറ്റിൽ പോകുമ്പോൾ മരുഭൂമികളുടെ, സഹാറ മരുഭൂമിയുടെ മുകളിൽ പോകുമ്പോൾ കാണാവുന്നൊരു സംഗതിയാണ്. ഞാൻ ഒരിക്കലും കൈറോയിൽ നിന്ന് കോങ്കോയിൽ പോയപ്പോൾ പകലായിരുന്നു. ഇതെന്നെ അത്ഭുതപ്പെടുത്തി. സഹാറയിലെ വെള്ളമൊന്നുമില്ല, പക്ഷേ നമ്മളവിടെ നിന്ന് നോക്കുമ്പം ഈ അതുപോലുള്ള നെറ്റ്വർക്കാണ്. ഇങ്ങനെ വെള്ളം ഒഴുകിയതിൻ്റെ ചാലുകൾ, പാടുകൾ ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ നെറ്റ്വർക്ക് അങ്ങനെയാണ്, ബ്രെയിനിൻ്റേത് അങ്ങനെയാണ്, ഈ കോസ്മോസ് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ അങ്ങനെയാണ്. ഇതെല്ലാം തമ്മിൽ ഈ നെറ്റ്വർക്കുകളെല്ലാം വളരെ സിമിലറാണ്. അതിൻ്റെ സിമിലാരിറ്റി, ഒരു ഇമേജ്, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ആ ഇമേജിൻ്റെ സിമിലാരിറ്റി നമ്മൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുക. അത് എന്തുകൊണ്ടാണ്? അതിൻ്റെ അർത്ഥം ഇതെല്ലാം ഒരു നെറ്റ്വർക്കിലാണിത്. ആ നെറ്റ്വർക്കിൻ്റെ എവിടെയെങ്കിലും തൊട്ടാൽ മുഴുവൻ നെറ്റ്വർക്കും അറിയും അത്. അതാണ് ഇപ്പം ബ്രെയിനിൻ്റെ നമുക്ക് അതിസൂക്ഷ്മമായ ഒരു നെറ്റ്വർക്കാണ്. പക്ഷേ ഒരു ചെറിയൊരു സ്മെല്ല് ഇവിടെ മാറിയാൽ, ചൂടൽപ്പം വർദ്ധിച്ചാൽ, വലിയ ഒരു ചെറിയ ശബ്ദമുണ്ടായാൽ, ആരെങ്കിലും ചെറുതായിട്ട് എൻ്റെ തലയ്ക്ക് തട്ടിയാൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം അറിയാം. അപ്പം ഇതെല്ലാം പ്രപഞ്ചത്തിൻ്റെ ആ നെറ്റ്വർക്കിലാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ ഇവർ പറയുന്ന പോലെ ഈ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുമല്ലോ. അതായത് ഇപ്പം എവിടെയാണ്, കാലിഫോർണിയയിലെ ഒരു പൂമ്പാറ്റ ചിറകടിച്ചാൽ ഉടനെ അതങ്ങ് സൈബീരിയയിലും പീക്കിങ്ങിലും ഒക്കെ ഇത് അറിയാമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും സട്ടിലായിട്ടുള്ള ബന്ധം. ഇത് നമ്മൾ ഈ സെൻസിറ്റിവിറ്റി നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആർട്ട് അപ്രീസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ല നമ്മൾ കാണുന്നു ഇതിങ്ങനെ ഉണ്ട്. പിക്കാസോയുടെ ഒരാൾ പറഞ്ഞു എൻ്റെ അങ്കിളിൻ്റെ ഒരു പടം വരയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിക്കാസോ ഉടനെ ഒരു പടമൊക്കെ ഇങ്ങനെ അറിയാമല്ലോ, ക്യൂബിസ്റ്റ് സ്റ്റൈലിൽ വരച്ചു കൊടുത്തു. അയാൾ വന്നിട്ട് ഇതാണോ എൻ്റെ അങ്കിളെന്ന് ചോദിച്ചു. ഇതാ എൻ്റെ അങ്കിൾ പറഞ്ഞ് ഈ പടം എടുത്തൊരു ഏറ് കൊടുത്തു പിക്കാസോ. അപ്പോൾ ആ ലെവലിലേക്ക് ഇയാൾക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ കാണുന്നത് പുറമേയുള്ള സംഗതികളാണ്, അത് വെച്ചാണ് നമ്മൾ അളന്നു നോക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു പടം ഇയാളെപ്പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നതാണ്, അല്ലേ? അയാളെപ്പോലെ തന്നെ ഇരിക്കുന്നു പറയുന്നതാണ് ശരിയായ പടം. പക്ഷേ ഈ ക്രിയേറ്റീവ് ആർട്ടിൽ നമ്മൾ വി ആർ ഗോയിങ് ഡീപ്പർ ആൻഡ് ഡീപ്പർ ആൻഡ് വി ഗെറ്റ് ഇൻ ടു ദാറ്റ് നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്ക് ചെല്ലുമ്പോൾ നമ്മളില്ല അവിടെ. ഞാൻ ഗ്യാപ്പ് എന്നൊരു വാക്ക് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, അല്ലേ? സിനാപ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ന്യൂറോണിൻ്റെ എൻഡിങ്സ് തമ്മിലുള്ള, അതിന് ഒത്തിരി കൈകൾ പോലെയാണ്. ഈ ഡെൻഡ്രൈറ്റ്, ഈ പിരിവിര എന്ന് വരുന്ന
അതിൻ്റെ എല്ലാ അവസാനമുള്ള ഒരു ഗ്യാപ്പാണ്. അപ്പം ഐ ബിലീവ് ഇൻ ദാറ്റ് ആർട്ട് ഈസ് എ ഗ്യാപ്പ്. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നുമില്ല കേട്ടോ, നത്തിങ്. പക്ഷേ ആ ഗ്യാപ്പിലൂടെയാണ് ഈ ഇലക്ട്രിക്കൽ കെമിക്കൽ ഇമ്പൾസസ് എല്ലാം ഇങ്ങനെ പാസ് ചെയ്യുന്നത്. അങ്ങനെ പാസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതും നമ്മുടെ മസിൽ പ്രവർത്തിക്കുന്നതും ഈ ലോകം മുഴുവൻ പ്രവർത്തിക്കുന്നതും അങ്ങനെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.